ദൈവസന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. മറ്റൊരു ദിവസം കൂടെ നമുക്ക് കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന്റെ കരുണയും കൃപയും പിന്നെയും നമ്മളെ പോഷിപ്പിക്കട്ടെ. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് വളരെ നന്നായി അറിയാവുന്നതും പക്ഷേ നാം കാര്യമായി ഗണ്യമാക്കാത്തതുമായ ഒരു കാര്യമാണ്. അടുത്ത ചില ആഴ്ചകളിൽ അങ്ങനെയുള്ള ചില സബ്ജക്റ്റുകളാണ് ഞാൻ ായിട്ട് താല്പര്യപ്പെടുന്നത്. അതിന് ആധാരമായി നമുക്ക് റോമാലേഖനം 14 അധ്യായത്തിന്റെ 12 ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നു. റോമാലേഖനം 14 അധ്യായത്തിന്റെ 12 വാക്യം. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ വാക്യം നമ്മൾ വെറുതെ വായിച്ചങ്ങ് വിടും. വേദപുസ്തകം വളരെ ശക്തമായി പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകവാസം കഴിഞ്ഞ ശേഷം നാം ചെയ്തതിനൊക്കെയും കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. നാം കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിൽ എത്രമാത്രം താല്പര്യത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഇവിടെ ഈ ലോകത്തിൽ ആരെങ്കിലും നമുക്ക് നമ്മുടെ മുകളിലുള്ളവർ, സ്ഥാനം കൊണ്ട് ഉയർന്നവർ എന്തെങ്കിലും ഒരു തുക ഏൽപ്പിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളോട് പറഞ്ഞിട്ട് കണക്ക് ചോദിച്ചാൽ നാം വളരെ കൃത്യമായി, വളരെ ഹൃദയം വെച്ച് തെറ്റുകൂടാതെ കണക്ക് കൊടുക്കുകയാണ് പതിവ്. ആ കണക്കിൽ തെറ്റ് വരാതിരിക്കാൻ നാം വളരെ സൂക്ഷിക്കും. അപ്പം കണക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ബഡ്ജറ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെലവാക്കി അത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഒരു സെന്റ് പോലും വ്യത്യാസം വരാതെ ചെയ്യുവാൻ അതിന് കടമപ്പെട്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് നാം കാണാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കണക്ക് കൊടുക്കണമെങ്കിൽ എത്രമാത്രം ഉത്സുകരായിരിക്കണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്നുള്ള ഒരു ബോധ്യം വരുത്തുവാനായിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ശ്രമിക്കുന്നത്. ഇവിടെ പറയുകയാണ്, നാം എല്ലാവരും ഓരോരുത്തരും ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം ഒരു കണക്ക് ചോദിക്കുന്ന ദൈവമാണെങ്കിൽ, അതാണ് നമ്മുടെ ബൈബിൾ പഠിപ്പിക്കുന്നതെങ്കിൽ അതിൽ നാം വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. കണക്ക് കൊടുക്കുന്ന ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ പറ്റും. നമ്മളൊക്കെയും ഫയൽ ചെയ്യുന്നവരാണ്. ടാക്സ് ഫയൽ ചെയ്യുന്ന ഉടനെ നമ്മുടെ കാര്യങ്ങൾ നാം കൃത്യമായി എഴുതിയൊന്നുമല്ല. ഉദാഹരണം, ഇപ്പം എൻ്റെ ഭാര്യ ഒരു നേഴ്സാണ്. യൂണിഫോം വാങ്ങിയത് ആ ബില്ല് മാത്രം വെച്ചിട്ടൊന്നുമല്ല, ഒരു 100-200 രൂപ ചിലപ്പോൾ അങ്ങ് എഴുതിയെന്ന് വരും. ബുക്സ് വാങ്ങി അല്ലെങ്കിൽ പഠിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളും കൃത്യമായി ഒരു തുക എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ അവരെ എല്ലാ ദിവസവും ഓടിച്ച വണ്ടിയുടെ മൈലേജ് എഴുതി വെക്കാറുണ്ട്. അതിനകത്ത് ഒരു ബുക്കുണ്ട്, അത് ദിവസമുണ്ട്, എത്ര മൈൽ ഓടിയെന്ന് കൃത്യം കണക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ പൊതുവായി ചില കാര്യങ്ങൾ മിസലേനിയസ് എന്നും പറഞ്ഞിട്ട് ചിലത് നമ്മളെ മൊത്തക്കണക്ക് എഴുതും. അത് കൃത്യമൊന്നും ആകണമെന്നില്ല. പക്ഷെ ദൈവം അങ്ങനെ ഒരു മൊത്തക്കണക്കുകാരനല്ല. നാം ചെയ്തത്, നാം പറഞ്ഞത്, നാം ചിന്തിച്ചത്, നമ്മുടെ മോട്ടീവ്, നമ്മുടെ പുറകിലുള്ള ഉദ്ദേശം, ഇതൊക്കെയും നോക്കിയിട്ട് ന്യായം വിധിക്കുന്ന ഒരു ദൈവമായിട്ടാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദൈവം സത്യവാനാണ്, നീതിമാനാണ്, ന്യായം മാത്രം ചെയ്യുന്നവനാണ്, ഭോഷ്ക് പറയാത്തവനാണ്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു വലിയ പ്രശ്നമാണ് നാം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ
കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് സാക്ഷ്യം വേണം. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും കേസ് വിധിക്കുകയാണെങ്കിൽ 2 or 3 പേരുടെ സാക്ഷ്യത്താൽ വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന്. എന്നാൽ ഇവിടെ സാക്ഷ്യമൊന്നും വേണ്ട. കാരണം ദൈവം എല്ലാ ഇടങ്ങളിലുമുണ്ട്. ദൈവം സർവവ്യാപിയാണ്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ദൈവമുണ്ട്. ആ കാര്യം നമുക്ക് തിയറിയായിട്ട് അറിയാം, തത്വത്തിൽ അറിയാം. ദൈവം എല്ലായിടത്തും ഉണ്ട്. കാരണം വേദപുസ്തകം പറയുന്നു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, 2 പേര് ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ ഉണ്ട്, ദൈവമില്ലാത്ത സ്ഥലമില്ല. 139 സങ്കീർത്തനത്തിൽ പറയുന്നു, നാം നരകത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവിടെയും ദൈവം ഉണ്ടെന്ന്. നാം പ്രതീക്ഷിക്കാത്ത ഏക ഒരു സ്ഥലം, ദൈവമില്ലാത്തൊരു സ്ഥലമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് നരകമാണ്. കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണ് നരകത്തിൽ പാർക്കുന്നതെന്നാണ് നമ്മുടെ പൊതുധാരണ. സ്വർഗത്തിലാണ് ദൈവം, നരകത്തിൽ ദൈവം ഇല്ലെന്നാ. പക്ഷേ 139 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഓടി നരകത്തിൽ പോയാൽ അവിടെയും നീ ഉണ്ട്. സ്വർഗത്തിൽ പോയാൽ അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. പാതാളത്തിലും ദൈവമുണ്ടോ? അപ്പം എല്ലായിടത്തുമുള്ളൊരു ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാൻ പറ്റുകയില്ല. നമ്മുടെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും നമ്മുടെ കൂടെ വേല ചെയ്യുന്നവരും ആരുമില്ലാത്ത സ്ഥലമൊക്കെ നമുക്ക് കണ്ടെന്നു വരാം. പക്ഷെ ദൈവമില്ലാത്ത ഒരു സ്ഥലവുമില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ദൈവമില്ലാത്ത സ്ഥലമില്ലായാൽ നാം ദൈവത്തിന്റെ മുൻപിലായിരിക്കാൽ അതും എങ്ങനെയായിരിക്കുന്നത്? നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു തുണിയില്ലാതെ ഒരു വ്യക്തി നഗ്നമായി മലർന്നതായി കിടക്കുന്നതാണ് ചിത്രം. മനസ്സിലായോ? അപ്പൊ അവിടെ ഒന്നും മറച്ചു വെക്കാനില്ലെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരാളായാൽ പിന്നെ അതാണ് ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധമെങ്കിൽ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. അപ്പോൾ ദൈവം എല്ലായിടത്തുമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെയാണ് ജനിച്ചു വീണത് അതുപോലെയാണ് എപ്പോഴും. ഒന്നും മറച്ചു വെക്കാനില്ലെന്നർത്ഥം. നമ്മളാണെങ്കിൽ തുണിയില്ലെങ്കിൽ പുറം മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ ഇതിന് വിശേഷതയുണ്ട്. ആ ദൈവം എന്തോ കാണും? നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ചിന്തകളെയും നിലവുകളെയും മനസ്സിലാക്കുന്നവനാണത്രേ. അതിനൊരു വാക്യം വായിക്കാം. പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ ആദ്യം വായിക്കുന്നു. യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ പറഞ്ഞു. മനസ്സിലായോ? ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിയെന്ന് നമ്മൾ പുറത്തു കാണുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ഹൃദയത്തെയും ചിന്തകളെയും. ഇനിയും ദൈവവും ദൈവവചനത്തെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ എബ്രായ ലേഖനകാരൻ പറയുന്നത് എന്തുവാണ്? 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവവചനം ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏതിനെ വാകളിനേക്കാൾ മൂർച്ചയേറിയും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. കുറച്ചുകൂടെ ആഴമുള്ളവ. എന്താ നമ്മൾ ഭാവിക്കുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് ഒക്കെ എന്തോ ചെയ്യുന്നു? ഈ ദൈവം അറിയുന്നത്രേ. ഇനി സദൃശ്യവാക്യം 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ ഓരോ വാക്യങ്ങളെ വായിക്കുന്നുള്ളൂ, നമുക്ക് ലിമിറ്റഡ് ആയിട്ട് സമയമുള്ളതുകൊണ്ട്. മനുഷ്യൻ തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ നമ്മുടെ മോട്ടീവ്, ആരും അറിയാത്ത നമ്മുടെ ചിന്തകൾ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം അത് ചെയ്തത് എന്നുള്ള കാര്യം ദൈവം അറിയുന്നു. അപ്പോൾ ദൈവം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് മാത്രമല്ല പ്രശ്നം,
ദൈവം നമ്മെ കാണുന്നത് ഒരു തുണിയില്ലാത്ത ഒരു വ്യക്തി മലർന്നു കിടക്കുന്ന അവസ്ഥയിൽ ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതാണ് എബ്രായലേഖനം 4:13 പറഞ്ഞിരിക്കുന്നത്, സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പ്രശ്നം നാം ആരും അറിഞ്ഞില്ല എന്നോർത്ത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നെന്ന് പറയുന്ന പഴഞ്ചൊല്ല് പോലും നടക്കയില്ലെന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ. ദൈവം എല്ലായിടത്തുമുണ്ട്. അതുമാത്രമല്ല, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ ഇരിക്കുന്നത്രേ. വെറുതെ കാണുകയല്ല, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുകയാണ്. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരണമെങ്കിൽ ദൃഷ്ടി വെച്ച് സൂക്ഷിച്ചു നോക്കണമെന്നാലല്ലോ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ ഇരിക്കുന്നു എന്നാ. നോക്കൂ, ആ ഹാഗാർ ഓടിപ്പോയി, മരുഭൂമിയിൽ ആരും കാണാതെ ഓടിപ്പോയതാ. പക്ഷെ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു എന്നാ താൻ വിളിച്ചു പറയുന്നത്. അതൊരു ദൈവ പൈതലൊന്നും ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഹാഗാർ. പക്ഷെ ദൈവത്തെ ആരാധിച്ചു കാണുക അബ്രാഹാമിന്റെ വീട്ടിൽ പാർത്തത് കൊണ്ട്. അപ്പോൾ തന്നെ കാണുന്നു. എവിടെ? ആരുമില്ലാത്ത സ്ഥലത്ത്. ആ സ്ത്രീ പോലും അതാ വിളിച്ചു പറയുന്നത്, എന്നെ ദൈവം കണ്ടെത്തിയെന്ന്. അതുമാത്രമല്ല, ഈ ദൈവം കാണുന്നു എന്ന് മാത്രമല്ല, കേൾക്കുന്നു. എങ്ങനാ? യഹോവഭക്തന്മാർ തമ്മിൽ സംസാരിച്ച യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം. അപ്പോൾ ദൈവം എല്ലായിടത്തുമുണ്ട്. ഒന്നും അവന് മറഞ്ഞിരിക്കുന്നില്ല. അവൻ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. അതുകൂടാതെ അവൻ എല്ലാം അറിയുന്നു. എവിടെ എഴുതിയിരിക്കുന്നത്? 130 ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് വാക്യങ്ങളെ വായിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കിതൊക്കെ അറിയാവുന്നതാണ്. നാം ആരും പുതിയ വിശ്വാസികളൊന്നും അല്ല. 100 പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന, യഹോവേ നീ എന്നെ അറിയുന്നു എന്നല്ല, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവം എല്ലായിടത്തുമുണ്ട്, എല്ലാം കാണുന്നു, ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം കേൾക്കുന്നു. അതുമാത്രമല്ല, കൃത്യമായി ശോധന ചെയ്ത്. നമ്മളെ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് വിലയുള്ള സാധനം വാങ്ങാൻ പോകുമ്പോൾ, അത് നോക്കിയെടുക്കുമല്ലോ. അത് മൊത്തം നോക്കി വല്ല കുഴപ്പമുണ്ടോ, കുറ്റമുണ്ടോ, പോറലുണ്ടോ എന്ന് നോക്കി വാങ്ങുന്നത് പോലെ ശോധന ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അതെന്തെല്ലാം അറിയുന്നുണ്ട്? ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ ദൂരത്ത് നിന്ന് എന്റെ നിരൂപണം ഒക്കെയും ഗ്രഹിക്കുന്നു. അടുത്തൊന്നും വരണ്ട, അടുത്തുണ്ട്. ദൂരത്തിരുന്ന് പോലും നമ്മുടെ നിരൂപണവും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും. പിന്നെയും പറയാ, എന്റെ നടപ്പ്, എന്റെ കിടപ്പ് നീ അറിയുന്നു അത്രേ. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാത്ത ഒരു വാക്കുപോലും എന്റെ നാവിന്മേലില്ല. അപ്പൊ ഈ ദൈവം അകലത്തിരുന്നാൽ ഇതാണ്, പിന്നെ അടുത്തിരിക്കുമ്പോഴും നീ, സങ്കീർത്തനക്കാരന്റെ ഭാഷ ഞാൻ പറയുന്നത്, ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൂരത്തിരുന്ന് ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് അറിയുന്നതെങ്കിൽ പുതിയ നിയമവിശ്വാസികളായ നാം ഓരോരുത്തരുടെ അടുത്ത് ദൈവം നടുക്ക് കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ലെന്നർത്ഥം. നമ്മുടെ കളിപ്പീരൊന്നും നടക്കയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ആ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ നീ എന്തോ ചെയ്യണം, എന്നെ ഒന്നുകൂടെ ഇതാ ഞാൻ ഏൽപ്പിച്ചു തരുന്നു, എന്നെ ഒന്നുകൂടെ അറിയണം, ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണം, എന്റെ ഹൃദയത്തെ അറിയണം. ഈ ഹൃദയത്തെ അറിയുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവ ഹൃദയമാ നോക്കുന്നത്. ഈ ശൗമേലിനോട് ദൈവം പറയുന്നുണ്ട്,
നീ പുറമേ ഉള്ളത് നോക്കണ്ട, ഹൃദയം നോക്കിയാൽ മതിയെന്ന്. 1 ശമൂവേൽ 16:7 എങ്ങനെയാ പറയുന്നു? നീ ഹൃദയം നോക്കണം. ഈ നമ്മളൊക്കെ കണ്ടതും കേട്ടതിനും അനുസരിച്ച് വിധിക്കും. പക്ഷെ ദൈവം അങ്ങനെ വിധിക്കത്തില്ല. ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ ദൈവം കണ്ടതും കേട്ടതിനും അനുസരിച്ച് വിധിക്കയില്ല. എന്ന് വെച്ചാൽ എന്താ? അതിന് ഉദാഹരണം ദാവീദിനെ എടുക്കാം. ദാവീദ് ഊരിയാവിനെ കൊന്നില്ല. കൊന്നത് ഏതോ ഒരു പട്ടാളക്കാരനാണ്, ശത്രുവിന്റെ ഒരു പട്ടാളക്കാരനാണ് ഊരിയാവിനെ കൊന്നത് മനുഷ്യന്റെ മുൻപിൽ. അത് ദാവീദിന് കുറ്റം എങ്ങനെയാ പറയുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം, എന്താ കഥ ഉള്ളറിഞ്ഞില്ലെങ്കിൽ. പക്ഷെ ദൈവം ദാവീദ് കൊന്നതായിട്ടാ പറയുന്നത്. നീ ഊരിയാവിനെ കൊന്നു, ഊരിയാവിന്റെ ഭാര്യയെ എടുത്തു, അത് ഒളിപ്പിച്ചു വെച്ചു, അതിന് കത്തെഴുതി. ആ സൂത്രങ്ങളെല്ലാം ദൈവം കണ്ടിട്ട് ശിക്ഷ യോബാമിന് കൊടുക്കുന്നില്ല, പട്ടാളക്കാരന് കൊടുക്കുന്നില്ല, ശത്രുപക്ഷത്തിന് കൊടുക്കുന്നില്ല, ദാവീദിന് മാത്രമാ കൊടുക്കുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പുറമേയുള്ളതാണ് വിധിക്കുന്നത്, കാണുന്നതും കേൾക്കുന്നതും അനുസരിച്ചാണ് വിധിക്കുന്നത്. എന്നാൽ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ മേൽ, ഈ കർത്താവിന്റെ മുകളിൽ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് അവൻ, 3-ാം വാക്യം, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല, ദരിദ്രന്മാർക്ക് നീതിയോട് ന്യായം പാലിച്ചു കൊടുക്കും. അപ്പോൾ ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നത് കാണുന്നതും കേൾക്കുന്നതല്ല. മുടിയൻ പുത്രന്റെ ജ്യേഷ്ഠൻ എന്തുവാ പറയുന്നത്? മുടിയൻ പുത്രൻ കയറി വരുമ്പോ, അയ്യോ ദൈവമേ, അല്ലെ പിതാവേ, നിന്റെ മകൻ അവൻ വേശ്യകളോട് തിന്നു മുടിച്ച് അവൻ നിന്റെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ചവനാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? അതാണ് കേട്ടത്. പക്ഷെ അപ്പൻ അത് എടുത്തില്ല. കാരണം അപ്പൻ പറഞ്ഞത് ഇവൻ മരിച്ചവനായിരുന്നു, ഇവനെ എനിക്ക് തിരികെ കിട്ടി, അതുകൊണ്ട് എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അനീതി ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, അവൻ എന്തോ ചെയ്യും? ദരിദ്രർക്ക് നീതിയോടും ന്യായം പാലിച്ചു കൊടുക്കും. അപ്പൊ നീതിയും ന്യായവും സത്യവും എപ്പോഴും അടിസ്ഥാനമാണ്. ആരുടെ? നമ്മുടെ ദൈവത്തിന്റെ. അതുകൂടാതെ മുഖപക്ഷമില്ലത്രേ. റോമാലേഖനം 2-ാം അധ്യായത്തിന് 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് മുഖപക്ഷമേ ഇല്ല. അപ്പോഴോ? അപ്പോൾ പിന്നെയും പ്രശ്നം. നമ്മളാണെങ്കിൽ, നമ്മുടെ അമ്മാച്ചനാണെങ്കിൽ, അല്ലെ ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ ഒരു ശകലം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. സത്യമാണ്, ചിലപ്പോൾ മിണ്ടാതിരിക്കും, ഒന്നും മിണ്ടത്തില്ല. ഇങ്ങനെയാ ഞാൻ സഭകളിൽ കണ്ടിട്ടുള്ളത്. ഒരു 5-6 സ്വന്തക്കാർ, കുടുംബക്കാരും ഉണ്ടെങ്കിൽ ഒരുത്തനൊരു പരിപാടി ചെയ്തു, അവനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ ബാക്കിയുള്ളവരെല്ലാം കൂടെ കൂടും. എന്താ? പാസ്റ്റർക്കോ അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കുന്നവർക്കെതിരെ കൂടും. അവിടെ എല്ലാം മുഖപക്ഷമുണ്ട്. അവരെല്ലാം സൈഡ് പിടിക്കും. എന്നാൽ ഇവിടെ ആ പ്രശ്നമില്ല. ആർക്കെ? ദൈവത്തിന് മുഖപക്ഷമില്ല. തന്റെ പുത്രനെങ്കിലും അനുസരണം തികയേണ്ടതിന് കഷ്ടാനുഭവങ്ങളിൽ കൂടെ വിട്ടുവെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാ? അനുസരണക്കേട് എന്തെങ്കിലും കാണിച്ചോ? ഇല്ല. എന്നാലും നമ്മൾക്കൊരു മോഡലായിരിക്കാൻ തക്കവണ്ണം പുത്രനെങ്കിലും എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മുഖപക്ഷമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ജനിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഒരുക്കേണ്ടത് നമ്മുടെ ഭാഷയിൽ അതൊരു ന്യായമായ കാര്യമാണ്. പക്ഷേ പുൽത്തൊട്ടിയിൽ കിടത്തിയത് ലോകത്തിലുള്ള ഏത് വ്യക്തിക്കും, ഈവൻ ഇടയന്മാർക്കും വന്ന് കാണത്തക്ക രീതിയിലുള്ള ഒരു ഒരുക്കമാണ് ദൈവം ചെയ്തത്. തന്റെ പുത്രന് കൊട്ടാരത്തിൽ വേണമെങ്കിൽ ജനിക്കാം, ആ സാഹചര്യം ഒരുക്കാമായിരുന്നു. പക്ഷെ ദൈവം ഒരുക്കിയില്ല. എന്നുവെച്ചാൽ യേശു ജനിച്ചതിനേക്കാൾ താണ നിലയിൽ ആരും ജനിക്കാറില്ല, പശുത്തൊട്ടിയിലോ പറമ്പിലോ കിടന്ന്.
അപ്പൊ ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ കടന്നു വരാൻ അപ്രോച്ചബിൾ ആയിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്റെ വിശ്വാസം. അപ്പൊ മുഖവയ്ക്കൊന്നുമില്ല കർത്താവിന്, പിതാവിന്, ദൈവത്തിൽ, നമ്മുടെ ദൈവത്തിൽ. അങ്ങനെ ഒരിക്കെ നമുക്ക് നീതിയോടെ, ഈ ലോകത്തിൽ നീതി ന്യായമൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു പൊളിറ്റീഷ്യൻസ് വായി വരുന്നൊക്കെ പറയാം, അവന്മാര് ജയിക്കാൻ വേണ്ടി കള്ളത്തരം പറയും, അവരെ കൊണ്ട് കഴിയാത്തത് അവർ പ്രോമിസ് ചെയ്യും. എന്നാൽ കോടതിയൊക്കെ നീതി ന്യായമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നീതിന്യായ കോടതി എന്നൊക്കെ പറയുന്നത്. കുറച്ചൊക്കെ ഉണ്ടായിരുന്നു നീതി ന്യായമൊക്കെ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നീതിയെക്കാളും ന്യായത്തെക്കാളും വലുത്. കാരണം ഒരാളെ കൊന്നു എന്ന് സാക്ഷ്യം പറഞ്ഞാലും ഇന്ത്യയിലത്തെ സിസ്റ്റം അനുസരിച്ച് അവരുടെ പ്രോസിക്യൂട്ടർ തെളിയിക്കണം ഇവനാ കൊന്നെന്ന് തെളിവുണ്ട്, കണ്ടവരുണ്ട്. പക്ഷേ പ്രോസിക്യൂട്ടർക്ക് ശരിക്ക് തെളിയിക്കാൻ ജഡ്ജിയുടെ മുൻപിൽ കൃത്യമായി കണക്ക് ബോധിപ്പിച്ച് തെളിയിച്ചില്ലെങ്കിൽ കൊന്നവൻ രക്ഷപ്പെട്ടു പോകും. നീതിയും ന്യായവും അവിടെ നടക്കത്തില്ല. ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് എന്നെ കുറ്റക്കാരനെന്ന് പോലീസ് കണ്ടെത്തിയാൽ ഞാൻ തെളിയിക്കണം അല്ലെന്ന്. പല പ്രാവശ്യം പോലീസ് നമ്മളെ പിടിക്കും. പോലീസിന് അവസാന മാസങ്ങളിൽ ടിക്കറ്റ് കൊടുക്കേണ്ടത് അവന്റെ കൗണ്ട് തികയ്ക്കാത്തപ്പോൾ അവൻ കള്ളം പറഞ്ഞും പിടിച്ചിട്ടുണ്ട്. നമ്മളെ സ്റ്റോപ്പിൽ നിർത്തി ഇടവും വലവും നോക്കണമെന്ന നിയമം. അവൻ പറയുന്ന ഈ ഇടത്തോട്ട് നോക്കിയില്ലെന്ന് എഴുതി വെച്ചാൽ ഇടത്തോട്ട് നോക്കിയില്ല, നോക്കിയെങ്കിൽ പോലും. അപ്പോൾ അതിനനുസരിച്ചാ കോടതി വിധിക്കുന്നത് അവന്റെ കള്ളത്തരത്തിന് മുകളിൽ. അപ്പോൾ ഇവിടെ നീതിയും ന്യായവും കോടതിയിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വാസമുണ്ടെങ്കിലും ഇപ്പൊ നഷ്ടപ്പെട്ടു. ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വിധി ഉണ്ടായി. ആരോ പശുവിറച്ചി കൊന്നതിന് ജീവപര്യന്തം 14 വർഷത്തെ തടവ് വിധിച്ചു 2 പേർക്ക്. എന്താ പശു ദൈവമാണെന്നുള്ള ഈ ജഡ്ജിയുടെ കൺസെപ്റ്റാ, ഇന്ത്യൻ നിയമമല്ല. അവരുടെ ചിന്താഗതിയിൽ പശു ദൈവമാണ്, അതുകൊണ്ട് പശുവിനെ കൊന്ന ആള് ജീവപര്യന്തം ജയിലിൽ കിടക്കണം. അവിടെ നീതിയില്ല, ന്യായമില്ല, ലോ ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതവനവന്റെ ചിന്ത അനുസരിച്ചാ, അല്ലാതെ അതിനകത്ത് മുകളിലൊന്നുമില്ല. അപ്പൊ നമ്മുടെ ദൈവം അങ്ങനെയല്ല. അവൻ മുഖം നോക്കത്തില്ല, അവൻ നീതിയോടെ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെതിരെ അനീതി കാണിച്ചിട്ടും അവൻ ആരുടെ പക്കൽ കാര്യം ഭരമേൽപ്പിച്ചു? നീതിയോട് വിധിക്കുന്നവന്റെ അടുക്കൽ കാര്യം ഭരമേൽപ്പിച്ചു എന്ന് പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. തന്നെ സഹാരിച്ചിട്ട് പകരം സഹാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ അടുക്കൽ കാര്യം ഫലമേൽപ്പിച്ചു. എന്താ? അപ്പോൾ നമുക്ക് ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ റെക്കമെൻഡേഷൻ ഇല്ല. കാരണം റോമാലേഖനം 11-ാം അധ്യായത്തിൽ 34-35 വാക്യത്തിൽ പറഞ്ഞ അവന് മന്ത്രിയായിരുന്നവൻ, അവനെ ഉപദേശിച്ചവനാരെ? അവന് വക്കീലില്ല. അവിടെ നുണ പറഞ്ഞാൽ നടക്കയില്ല. അവിടെ സൂത്രം ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാരണം അവൻ എന്തോ ചെയ്യും? ന്യായം വിധിക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുമെന്ന. ദൈവം കാണുന്നുണ്ട്, കേൾക്കുമ്പോൾ അറിയുന്നുണ്ട്, അവിടെ ഉണ്ട്. ദൈവം ഉള്ളറിയുന്നുണ്ട്, ചിന്തകൾ അറിയുന്നുണ്ട്, വികാരങ്ങൾ അറിയുന്നുണ്ട്, വിചാരങ്ങൾ അറിയുന്നുണ്ട്. അതുകൂടാതെ ഭൂമിയെയും ആകാശത്തെയും വിളിക്കുമത്രേ ന്യായം വിധിക്കുമ്പോ. എന്ന് വെച്ചാൽ അത് അതുപോലെ കാണിച്ചു കൊടുക്കുമെന്നായിരിക്കും എന്റെ ചിന്ത. നാം എന്തോ ചെയ്തെന്നുള്ളത് ഭൂമിയിൽ. കാരണം അതിന് എനിക്കൊരു തെളിവുള്ളത്, ദൈവം പറയുകയാണ് കയ്യിനോട്, ഈ ഹാബേലിന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നെന്ന്. ദൈവം കേൾപ്പിക്കും, നീ കൊന്നപ്പോ അതാ രക്തം നിലവിളിക്കുന്നെന്ന്. മനസ്സിലായോ? അതിനായിരിക്കാം ഭൂമി ഞാൻ ചിന്തിക്കുക.
അതുപോലുള്ള തെളിവ് അതൊരു പ്രാവശ്യം കൂടെ നമ്മുടെ മുൻപിൽ കൂടെ കടന്നു പോകും. നാം ചെയ്തത്, നാം ചിന്തിച്ചത്, നാം പറഞ്ഞത്, ഇതെല്ലാം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരു വക്കീലിനും വന്ന് സഹായിക്കാൻ പറ്റത്തില്ല. നീതിയും ന്യായവും സത്യവും വ്യവസ്ഥ ചെയ്ത് നമ്മെ വിധിക്കുന്ന ഒരു കർത്താവിന്റെ മുൻപിലാണ് നാം നിൽക്കുന്നതെന്ന്. അത് നമുക്ക് പേടിക്കുന്ന സംഗതിയാണെങ്കിൽ, നമ്മൾക്കിത് അറിയാമെങ്കിൽ, ഈ ദൈവത്തിന് വേറൊരു വിശേഷം കൂടെ ഉണ്ട്. മാറ്റമില്ലത്രേ എന്ന് പറഞ്ഞത്, ഞാൻ മനുഷ്യനല്ല വാക്കുമാറ്റുവാൻ. പോസ്ക് പറയത്തില്ലത്രേ. ഈ ദൈവം മാറാത്തവനാണത്രേ. അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞതിന് കൂടാതെ വേറെയുള്ള ഒരു പ്രശ്നം എന്താ? ഒരിക്കലും മാറ്റം വരത്തിൽ പറഞ്ഞത് തന്നെ ചെയ്യും. പോസ്ക് പറയത്തില്ല, വാക്ക് മാറ്റുവാൻ മനുഷ്യനെ പോലെയുമല്ലെന്ന്. അപ്പൊ അവിടെയും നമ്മൾ പിന്നെയും കുഴപ്പത്തിൽപ്പെടുകയാണ്. ഇനിയും അതുമല്ല, യേശു പറഞ്ഞു ദൈവവചനം ഒരിക്കലും മാറുകയില്ലത്രേ. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ലെന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 35-ാം വാക്യം പറഞ്ഞു ദൈവവചനം ഒരിക്കലും തെറ്റാകത്തില്ല, ബ്രേക്ക് ആകത്തില്ല, പറഞ്ഞത് തന്നെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണ് നമ്മളോട് പറഞ്ഞത്, അറിയിക്കുന്നത്? നമ്മളോട് പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ ഉദ്ദേശം പോലും അറിയുന്നുണ്ട് പുറകിലുള്ള. കാരണം നോക്കിക്കേ, ഈ ദൈവം തമ്പുരാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ തെളിവുകൾ എന്താ? ഇതൊക്കെ ഞാൻ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ദൈവം ന്യായം വിധിക്കുന്നു, ദൈവം കണക്ക് ചോദിക്കുന്നു. ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, കണക്ക് ചോദിക്കുന്നു എന്ന് ഓർത്താൽ മതി. നമ്മളോട് കണക്ക് ചോദിക്കുന്നത്രേ. കണക്ക് വെറുതെ വന്നൊന്നും ചോദിക്കത്തില്ല, കൃത്യമായതായി ചോദിക്കാറുള്ളൂ. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചായി ചോദിക്കുന്നത്. അതിന് തെളിവുണ്ടോ? നമുക്ക് പുതിയ നിയമത്തിൽ അനനിയാസിനെയും സഫീറയോടും ചോദിക്കാം. ദൈവം നിന്നോട് പറഞ്ഞില്ല നിനക്കുള്ളതെല്ലാം കൊണ്ടുപോയി അപ്പോസ്തലന്മാരുടെ കീഴിൽ വെക്കാൻ, എന്നാൽ നീ ഭാവിക്കുകയാണ് നീ മുഴുവൻ കൊടുത്തു എന്ന്. അത് മാത്രമല്ല, പറഞ്ഞൊത്തു. ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞു. പത്രോസ് ചോദിച്ചാൽ എന്തോ പറയണം? ഇത് മുഴുവനാണെന്ന്. അത്രയേ ഉള്ളൂ തെറ്റ്, വേറെ ഒരു തെറ്റൊന്നും ചെയ്തില്ല. അവര് പറയാ ഞങ്ങൾ പകുതി എടുത്തു വെച്ചു, പകുതിയാണ് കൊണ്ടുവരാൻ ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും മരിച്ചു വീഴുകയില്ലായിരുന്നു. അവരോട് ചോദിക്കുക, ഇത്രേനാണോ വിറ്റത്? അതെ. ഭാര്യ വന്നപ്പോഴും അത് തന്നെയാ പറയുന്നത്. രണ്ടുപേര് സാക്ഷ്യം പറഞ്ഞത് കൊണ്ട് ശരിയായോ? ഇല്ല, ഒരു ഗുണവും ഉണ്ടായില്ല. രണ്ടുപേരും ഒത്തു പറഞ്ഞത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. അപ്പോൾ നോക്കൂ, നമ്മൾ ഭാവിച്ചതാണ് എന്തേ മുഴുവൻ കൊടുത്തു എന്ന്. അതിനനുസരിച്ച് രണ്ടുപേരും കൂടെ പറഞ്ഞുത്തു. അത് പത്രോസിനോടും പറഞ്ഞു. പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസിന് ഇത് അറിയാമായി ഇല്ല. പക്ഷെ ദൈവാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് പത്രോസ് പറയാണ്, നീ ദൈവാത്മാവിനോടും ദൈവത്തോടും വ്യാജം കാണിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കേ, നമ്മൾ വല്ലവരോടും കള്ളം പറയുമ്പോൾ ആ കള്ളം പത്രോസിനോടല്ല പറഞ്ഞത്, സഭയോടല്ല കള്ളം പറഞ്ഞത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മളോർക്കും അയ്യോ ഞാൻ ഭാര്യയോടാണല്ലോ കള്ളം പറഞ്ഞത്, നമ്മളോർക്കും നമ്മുടെ ഭർത്താവിനോടാണല്ലോ ഒളിച്ചു വെച്ചത്. പക്ഷെ ആ വാക്യം എന്നെ പേടിപ്പിക്കുക. നോക്കിക്കേ, അവിടെ ആ വാക്യം 5-ാം അധ്യായത്തിലേക്ക്, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയി. അവിടെ എല്ലാവരും വളരെ പേടിക്കേണ്ട ഒരു കാര്യമാണ് പത്രോസ് പറയുന്നത്. നീ എന്നോട് എന്തിനാ ഈ കള്ളത്തരം പറഞ്ഞത് എന്ന് പത്രോസ് പറഞ്ഞില്ല. പത്രോസ് പറയാ 3-ാം വാക്യം, അപ്പോൾ പത്രോസ് അനനിയാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും. എന്താ? അത് കഴിഞ്ഞിട്ട് അതിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് മനുഷ്യനോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത്. എന്താ? നമ്മൾ ഓർക്കുന്നത് ഞാൻ പുഷ്പയോട് കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ അമ്മാമയോട് കള്ളം പറഞ്ഞു,
അല്ലെങ്കിൽ മക്കളോട് കള്ളം പറഞ്ഞു, ഭാര്യയോട് കള്ളം പറഞ്ഞു എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ പത്രോസ് പറയുന്നത് നീ എന്നോടും സഭയോടും കാണിച്ചത് എന്തെന്നല്ല, പിന്നെ പരിശുദ്ധാത്മാവിനോടും ദൈവത്തോടും നീ വ്യാജം പറഞ്ഞു. ആ വാക്യം നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അതാണ് കണക്ക് കൊടുക്കുന്നപ്പോൾ നമ്മുടെ പ്രശ്നം. നാം അവരോടല്ല ചെയ്തത്, ദൈവത്തോടാണ് പാപം ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇത് നമുക്ക് വേണമെങ്കിൽ പത്രോസിനെയും സഭയെയും ഒളിച്ചു വെക്കാം, ദൈവാത്മാവിനെയും ദൈവത്തെയും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. നമ്മള് വിചാരിക്കുന്നത് ആരും അറിഞ്ഞില്ലെന്നാ. നോക്കൂ, ഈ പഴയ നിയമത്തിൽ ആഖാനെ നോക്കെ, അവൻ എടുത്തത് ആരും അറിഞ്ഞില്ല, ഒരു മനുഷ്യനും അറിഞ്ഞില്ല. പക്ഷേ ദൈവാത്മാവ് അത് കണ്ടു. ഗേഗസി നൈമാന്റെ പുറകെ പോയത് ഒരു മനുഷ്യനും കണ്ടില്ല, ആരും വന്ന് ആരോട് റിപ്പോർട്ട് ചെയ്തില്ല, ഏലിശായോട്. പക്ഷെ ഏലിശ പറയുന്നത് എന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവല്ലാതെ നമ്മുടെ ആത്മാവ് എങ്ങും യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഏലിശായോടെ കൂടെ ഇരുന്ന ദൈവാത്മാവിന്റെ ശക്തിയാൽ അവൻ ഇതെല്ലാം കാണാമായിരുന്നു. ഇവിടെ നമ്മുടെ പ്രശ്നം, നമുക്ക് മനുഷ്യനെ ഒളിച്ചു വെക്കാം, പക്ഷെ ദൈവാത്മാവ് എല്ലായിടത്തും ഉള്ളത് കൊണ്ട് ദൈവം പറയുന്നത് അത് എന്നോട് പാപം ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഇനിയും റോമാലേഖനം ഞാൻ എന്റെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ ദൈവം എങ്ങനെയാണ് ഇത് അറിയുന്നത്, കേൾക്കുന്നത്, എങ്ങനെയാണ് കാണുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 7 മുതൽ ഞാൻ വായിക്കാം. അത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പേടി വരും. 7-ാം വാക്യത്തിൽ പറയുന്നു, നമ്മിൽ ആരും തനിക്കായില്ല. എന്താ? ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല, ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായും ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായും മരിക്കുന്നത്ര. നമ്മൾ ജീവിക്കുന്നത് കർത്താവിനാണോ? അങ്ങനെയുള്ളൊരു ചിന്ത വന്നിട്ട് എത്ര ആളായി? ഞാൻ ജീവിക്കുന്നത് കർത്താവിനാണ്, മരിക്കുന്നതും കർത്താവിനാണ്. അതുകൊണ്ടാ പൗലോസ് പറയുന്നത് ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണത്രേ. ഗലാത്യലേഖനം 2:20. ഈ പൗലോസിനെയൊക്കെ എടുത്ത് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷെ തന്റെ കമ്മിറ്റ്മെന്റിലേക്ക് വരണമെങ്കിൽ നാം ഇനി 100 വർഷം കൂടി ഇവിടെ ജീവിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൗലോസ് പറയാ, നമ്മൾ ആരും, പൗലോസ് വിചാരിച്ചു പൗലോസിനെ പോലെ എല്ലാവരും വന്നു നമ്മെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേറെ എടുപ്പാൻ കഴിയില്ലെന്ന് പൗലോസാ പറയുന്നത്. ഇവിടെ പറയാം, നമ്മളെല്ലാവരും ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണെന്ന്, നമ്മൾ മരിക്കുന്നത് യേശുവിന് വേണ്ടി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കഷ്ടപ്പെടാൻ മാത്രമല്ല അവന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് താൻ പറഞ്ഞത് ഫിലിപ്പിയ ലേഖനത്തില് മരിക്കുന്നത് ലാഭമാണെന്ന്. കാരണം ക്രിസ്തുവിന് വേണ്ടിയാ മരിക്കുന്നത്. ജീവിച്ചാൽ അതും ക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾക്ക് പ്രയോജനമാണെങ്കിൽ ഞാൻ ജീവിക്കാമെന്ന്. ഈ വാക്യമൊക്കെ ഉദ്ധരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറയണമെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. അതിനു മുമ്പേ താൻ പറഞ്ഞു, ഞാൻ ആരെ പ്രസാദിപ്പിക്കേണ്ടു, ദൈവത്തെയോ മനുഷ്യനെയോ? മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ലെന്ന്. എന്താ? അപ്പൊ അങ്ങനെയൊരു വിഷൻ, അങ്ങനെയൊരു ചിന്താഗതി, അങ്ങനെയൊരു അടിസ്ഥാന തത്വം തന്റെ ഹൃദയത്തിൽ കയറി, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനും മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ, എനിക്ക് മനുഷ്യനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ അത് മനുഷ്യനേ ഉള്ളൂ ഗുണം. പക്ഷേ ഞാൻ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. അപ്പോൾ ഞാൻ ജീവിക്കുന്നത് കർത്താവിന് ആണോ? ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരുന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ചോദിച്ചിട്ടേ മുന്നോട്ട് പോകുള്ളൂ. ഇതിപ്പം ഫോണിലായതുകൊണ്ട് ഇതൊന്നും നിങ്ങളുടെ മുഖമോ ഭാവമോ ഒന്നും എനിക്ക് കാണത്തില്ല. പൗലോസ് ആയതുപോലെ നമുക്കാകണമെങ്കിൽ നാം എന്തെല്ലാം
നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരിക. പൗലോസ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എത്ര വേണേലും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ പൗലോസ് എങ്ങനെയായി എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ നടുക്കുന്നതാണ്. നോക്കിക്കേ, ഇവിടെ അടുത്തത് പറയുന്നത് എന്താണെന്നറിയോ? ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനെ, മരിക്കുന്നുവെങ്കിൽ കർത്താവിനെ. എന്നിട്ട് അടുത്ത വാചകം എന്താ പറയുന്നതോ? എങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. നാം കർത്താവിന്റെ വകയാണ്. കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇവിടെ പറഞ്ഞിരിക്കുന്നു നാം കർത്താവിന്റെ വകയാണ്. അത് കഴിഞ്ഞിട്ട് താൻ പറയാണ്, നീ 10-ാം വാക്യം, നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപേ നിൽക്കേണ്ടി വരും. അത് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് കണക്ക് കൊടുക്കണം, 2 പറഞ്ഞ് 12-ാം വാക്യത്തിൽ പറഞ്ഞ് കണക്ക് കൊടുക്കണം. ഇവിടെ പറയാ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കണമെന്ന്. സഹോദരനെ വിധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സഹോദരനെ വിധിച്ചാൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ചെയ്യാൻ 100% നമുക്ക് അധികാരമുണ്ട്. കാരണം ബൈബിള് എഴുതി വെച്ചിരിക്കുന്ന എന്തിനാ? സഹോദരനെ വിധിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യമെടുത്ത് പലരും മിസ്കോട്ട് ചെയ്യാറുണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആരെയും വിധിക്കരുത്. പക്ഷെ ഞാനല്ല വിധിക്കേണ്ടത്, ദൈവവചനമാണ് വിധിക്കേണ്ടത്. എന്താ എഴുതിയിരിക്കുന്നത്? അത് മനുഷ്യനെ സൽപ്രവർത്തിച്ച് തികഞ്ഞവനാക്കേണ്ടതിനു വേണ്ടി നാം എന്തോ ചെയ്യും? അത് ഉപദേശത്തിനും ശാസനത്തിനും കറക്ഷനും, ഗുണീകരണം എന്ന മലയാളത്തിൽ, അതിന്റെ ഇംഗ്ലീഷ് കറക്ഷൻ എന്ന, ശാസിക്കാനും ഉപദേശിക്കാനും കറക്ഷനും ദൈവവചനമാണ്. അപ്പോൾ വിധിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കണ്ടം ചെയ്ത് തള്ളരുതെന്നാണ്. അവന് അവസരം കൊടുക്കാതെ നീ പോയി നിന്റെ ഇടപാട് തീർന്നു എന്ന് വിധി കൽപ്പിക്കുന്നതാണ് വിധിക്കുക എന്ന് കർത്താവ് ഉദ്ദേശിച്ചത്. അല്ലാതെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ചെയ്യരുതെന്നല്ല. അങ്ങനെയാണെങ്കിൽ ഉപദേശിക്കുന്നതും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതിന്റെ ആവശ്യമില്ല. കാരണം എന്തിനാണ് ദൈവവചനം? നമ്മളത് ഉപദേശത്തിനും ശാസനയ്ക്കും കറക്ഷനും എങ്ങനെ വരണം? ദൈവമനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും തികഞ്ഞവനാകുവാൻ. അതുകൊണ്ട് വിധിക്കുക എന്ന് പറഞ്ഞാൽ വിധിച്ച് തള്ളുകയാണ്, അല്ലാതെ അവനെ സത്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയല്ല. നാം കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചു, മടക്കിക്കൊണ്ടുവരുവാൻ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. അതെന്തൊക്കെ ചെയ്താ? സാവധാനത്തിൽ അവനെ ആർക്കും അബദ്ധം പറ്റാമെന്നുള്ള ചിന്തയിൽ പിശാചിന്റെ കണിയിൽ പെട്ടുപോയി എന്ന് വിചാരിച്ച് നാം സ്നേഹത്തോടും നേരോടും സന്തോഷത്തോടും അവനോട് കരുണ കാണിച്ച് കർത്താവ് കാണിച്ചതുപോലെ മടക്കിക്കൊണ്ടുവരുവാനുള്ള ചിന്തയോടുകൂടിയാണ് കറക്ഷനും ശാസനയും ഉപദേശവും കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പത്രോസ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? നാം ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും, അതുകൂടാതെ കണക്ക് കൊടുക്കേണ്ടി വരും. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നാം 13-ാം വാക്യം 12 കഴിഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരൻ ഇടർച്ച തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം സൂക്ഷിച്ചോളൂ. നമ്മളെ ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിക്കാൻ നാം സൂക്ഷിക്കണം. അവൻ ഇങ്ങനാണെന്നും പറഞ്ഞ് അവനെ എഴുതി തള്ളരുത്. നമ്മൾക്കും അതേ പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ 2 ആഴ്ചക്ക് മുമ്പ് എടുത്തോളാം. കണക്ക് കൊടുക്കേണ്ടി വരും. ഇത്രയും ഞാൻ തിയറിയൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പ്രായോഗത്തിലേക്ക് വരട്ടെ. അപ്പോൾ അനനിയാസിനെ പത്രോസ് പറഞ്ഞത് കൂടിപ്പോയി എന്നാ എന്റെ ചിന്ത. പക്ഷെ എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയാമോ? ഒരിക്കലേ അങ്ങനെ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ മുഴുവൻ സഭയും ചത്തുവീഴും. അടുത്ത പിറ്റേ അധ്യായത്തിൽ പറയുന്ന അമ്മച്ചിമാരെല്ലാം ചത്തു വീഴേണ്ടതാ. വഴക്കായിരുന്നു, അടിയായിരുന്നു. പക്ഷെ പത്രോസ് അങ്ങനെ ചെയ്തില്ല. കാരണം ഇതാണ് ദൈവം പ്രതീക്ഷിക്കുന്നതെന്നുള്ളൊരു തെളിവ് കൊടുത്തതാ. ഇതാണ് ദൈവത്തിന്റെ ശിക്ഷ. അതുകൊണ്ട് അനനിയാസും സഫീറയും നരകത്തിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല. അതൊരു ബാലശിക്ഷയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അവരെ
മരിച്ചു വീണു. പൗലോസും പറയുന്നുണ്ട്, കർത്താവിന്റെ ശരീരത്തെയും അവന്റെ രക്തത്തെയും ശരിയായ വണ്ണം വിവേചിക്കാതെ ഭക്ഷിച്ചവർ ചിലർ മരിച്ചുപോയി എന്ന് വേറെയും വാക്യമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കാണണം എങ്ങനെയാ ദൈവം ഇടപെട്ടതെന്ന്. അതിനാ ഞാൻ ആ ഉദാഹരണം എടുത്തത്. ഇനിയും പുറമോട്ട് നോക്കിക്കേ. ഞാൻ ആഹാനെ കുറിച്ച് പറഞ്ഞു, ഗേഹസിയെ കുറിച്ച് പറഞ്ഞു. അതൊന്നും പഴയ നിയമത്തിൽ ഭയങ്കര ശിക്ഷയായിരുന്നു. ഒരുത്തന്റെ അവന് തെറ്റ് ചെയ്തവന് കുഷ്ഠം വന്നാൽ നമുക്ക് സഹിക്കാം, അവന്റെ സന്താനത്തിനും വന്നു എന്നായിരുന്നു. ആഖാനും കള്ളം കാണിച്ചത് ഒരുത്തനാ, അവന്റെ കുടുംബത്തെ അവരില്ലാതാക്കി. ശിക്ഷയുടെ വലിപ്പം ഞാൻ കാണിക്കാൻ പറയുന്നതേ ഉള്ളൂ പഴയ നിയമത്തിൽ. നീ നോക്ക, ആദത്തെ നോക്ക്. ആദത്തോടാണ് ദൈവം കൽപ്പിച്ചത്, നീ തിന്നുന്ന നാളിൽ മരിക്കും. ഹവ്വായോട് ആദമായിരിക്കാൻ പറഞ്ഞത്, പക്ഷേ ഹവ്വായ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ താനെ അയ്യോ തൊടുക പോലും അരുതെന്ന് ദൈവം പറഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ അതിവിശുദ്ധി കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആദ്യം കാണിച്ചത്. ദൈവം പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാം. പെന്തക്കോസ്തുകാർക്ക് ഒരുപാടുണ്ട് കേട്ടോ, ദൈവം പറയുന്നതിനേക്കാൾ കൂടുതൽ. അപ്പൊ നമുക്ക് എന്തോ വിശുദ്ധി വരുന്നെന്ന പോലെ. അത് ആരുടെ ആത്മാവാ? അത് ഹവ്വായുടെ ആത്മാവാ. തൊടുക പോലും അരുത്. അവിടെ നമ്മളെ കുഴപ്പിക്കും. അവിടാണ് നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ടാകുന്നത്. നമ്മുടെ ഈ ഐഡിയകളൊക്കെ നാം പറഞ്ഞു പിടിപ്പിക്കും. ഞാനൊക്കെ ജീവിച്ച കാലത്ത് ഒരു പെണ്ണിനോട് സംസാരിച്ചാൽ വലിയ പാപമായിരുന്നു. എന്റെ യൗവനകാലത്ത് അയ്യോ, ബൈബിൾ സ്കൂളിൽ പഠിച്ചവൻ പെണ്ണിനോട് മിണ്ടി, അതായിരുന്നു ഒരു കാലത്തെ പാപം. പ്രണയ വിവാഹം എന്ന് പറയുന്നത് പെന്തക്കോസ്തിൽ ഭയങ്കര പാപമായിരുന്നു. ഇവിടെ ഇപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ എന്തുവാ ചെയ്യുന്നത്? അവരെല്ലാവരും പ്രണയവിവാഹമല്ല അല്ലേ, അതിന്റെ പേര് ഡേറ്റിംഗ് എന്നുള്ള ഒരു ഓമന പേരാന്നേ ഉള്ളൂ. അവിടെ പണ്ടത്തെ കാലത്തൊന്നും ഇന്ത്യ പാപമായിരുന്നു. ഇപ്പോഴോ പാപമാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പാപമായി തോന്നാറുണ്ടോ നിങ്ങളുടെ കൊച്ചുങ്ങൾ ഡേറ്റ് ചെയ്തത്? ഞാൻ ഇത് ശരിയാണെന്നും അത് തെറ്റാണെന്നും അല്ല പറഞ്ഞു വരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പാപങ്ങളുടെ ലിസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ പാപം എന്താണെന്നുള്ളത് നാം ഗ്രഹിക്കാതെ ദൈവത്തിന് അതിവിശുദ്ധി കൊണ്ടുവരികയാ. തൊടുക പോലും അരുത്. അതാണ് എന്റെ പ്രോബ്ലം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ദൈവോചനം പറഞ്ഞിട്ടുണ്ടോ അതിനടിസ്ഥാനിച്ചാണ് കർത്താവ് ചെയ്യേണ്ടത്. ഇനിയിപ്പം പാപം ചെയ്ത വ്യക്തിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്ന കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീ. പക്ഷേ ഒരാൾ തന്നെ വ്യഭിചാരം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് അവളോട് കരുണ കാണിക്കുകയാണ്. അവള് മാത്രമല്ല കുറ്റക്കാരി, ഈ കൊണ്ടുവന്നവന്മാരുടെ കൂട്ടത്തിൽ ഏതോ ഒരു വില്ലനുണ്ട്. അപ്പൊ നമ്മൾ കണ്ടതുപോലല്ല കർത്താവ് അതിനെ കണ്ടത്. അവളെ രക്ഷിക്കാൻ കർത്താവ് തീരുമാനിച്ചു. ഇന്നത്തെ ലോകത്തിലും അതുപോലെ ഒരുപാട് നമ്മുടെ വിശുദ്ധി പൊങ്ങി വന്നിട്ട് രണ്ടുപേരെയും ഒരുപോലെ കണ്ടം ചെയ്യും. നാമേ അങ്ങനെ ചെയ്യും. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. തെറ്റ് ചെയ്തവനാണ് കുറ്റക്കാരൻ. തെറ്റ് രണ്ടുപേരും ചെയ്തോ രണ്ടുപേരും കുറ്റക്കാരൻ. നമുക്ക് അതിവിശുദ്ധി ഒരുപാടുണ്ട്. തൊടുക പോലും അരുത്. എന്നിട്ട് ദൈവം ആദമിനെയാണ് വിളിച്ചത്. ആദമിനെ വിളിച്ചിട്ട്, ആദമേ നീ എവിടെ? ഹവ്വായേന്നു നിങ്ങൾ എവിടെയെന്നല്ല ചോദിച്ചത്, ആദമേ നീ എവിടെ? അപ്പോൾ കണക്ക് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കണക്ക് ചോദിക്കും. പക്ഷേ അത് ഹവ്വയോട് എന്നോട് പറഞ്ഞില്ലെന്ന് ഹവ്വ പറഞ്ഞാൽ ഗുണമില്ല. അയ്യോ ആദത്തോടാണല്ലോ ദൈവമേ നീ പറഞ്ഞത്, എന്നെ എന്തിനാ ശിക്ഷിക്കുന്നതെന്ന് ഹവ്വ ചോദിച്ചുമില്ല. ഹവ്വ അതിന് തുനിഞ്ഞുമില്ല. അപ്പോൾ നമുക്ക് കേട്ടുകേൾവിയായാലും മതിയെന്ന് ഞാൻ പറയാൻ പറ്റുന്നത്. അയ്യോ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും പറ്റുകയില്ല.
ഞാൻ എന്നോട് പറഞ്ഞില്ലെന്നും പറയാൻ പറ്റത്തില്ല. ആദത്തെയാണ് വിളിച്ച് ആദ്യം കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഹവ്വായ്ക്കും കർത്താവ് എന്തോ കൊടുത്തു? തുല്യ ശിക്ഷ കൊടുത്തു. കാരണം ആദം പറഞ്ഞിട്ടുണ്ട്, അത് ഹവ്വായ്ക്ക് അറിയാം. ഹവ്വ ഭയങ്കര ഭക്തി കാണിച്ചതാണെന്ന് ദൈവത്തിനറിയാം. ഇതൊക്കെ സംഭവിച്ചപ്പോഴും ശിക്ഷ നമുക്കറിയാമല്ലോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദൈവം കണക്ക് ചോദിച്ചു. ദൈവം അവരോട് ഇരുവരോടും അതിന് കാരണക്കാരനായ പിശാചിനെയും കണക്ക് ചോദിച്ചു. അപ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. കയീന് ദൈവം പറഞ്ഞു, നീ നന്മ ചെയ്താൽ നിനക്ക് പ്രസാദമുണ്ടാകും. അവൻ നന്മ ചെയ്തില്ല. അവനെ ദൈവസന്നിധാനത്തിൽ നിന്ന് അവൻ ഓടിപ്പോയി. അവൻ അഴലുന്നവനായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ശിക്ഷ ഭയങ്കര കഠിനമാണെന്നാണ് കയ്യൻ പറയുന്നത്. ദൈവസന്നിധാനത്തിൽ നിന്ന് പുറത്തുപോയി അഴലുന്നവനാക്കുക. അപ്പോൾ വേദപുസ്തകത്തിൽ ഉടനീളം എന്തുണ്ട്? ദൈവം ഓരോരുത്തരോടും കണക്ക് ചോദിച്ചു, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. എന്നാലിപ്പോ എന്താ നമ്മളോട് കണക്ക് ചോദിക്കാത്തത്? നമ്മളോട് കണക്ക് ചോദിക്കാത്ത ദൈവം കൃപ, യേശു ക്രിസ്തു മുഖാന്തരം യേശു നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത് കൊണ്ട്, കൃപ പകരുന്നത് കൊണ്ട് പാപത്തിനൊത്തവണ്ണം നമ്മളോട് ചെയ്യുന്നില്ല. അതിന് അവൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. എന്താ ദിവസം? ആ ദിവസം നമ്മൾ കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അതെന്തിന്റെ അടിസ്ഥാനത്തിലാ? നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ. അവിടെ അത് ഇന്ന് എടുക്കുന്നില്ല, വരുന്ന ആഴ്ച എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ആകെ ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ ദൈവം ആരാണ്? അവൻ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, മുഖപക്ഷമില്ല, വാക്കുമാറത്തില്ല. അവൻ പറഞ്ഞത് കൃത്യമായി ചെയ്യും. നമ്മള് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ചാണ് ന്യായവിധി, അല്ലാതെ നമ്മുടെ കൾച്ചറിനനുസരിച്ചല്ല, നമ്മുടെ അതിഭക്തിക്കനുസരിച്ചല്ല. പിന്നെയോ ദൈവവചനമാണ് ഇതിനാധാരം. ദൈവവചനം മാറുകയില്ല, അത് ബ്രേക്ക് ആകുകയില്ല. കാരണം അത് സംസാരിച്ച ദൈവത്തിന് മാറ്റമില്ല, പോഷ്ക്ക് പറയില്ല, മുഖപക്ഷം ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം എല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. അത് ആദമാണേലും കൊടുക്കണം, കയീനാണേലും കൊടുക്കണം, പിന്നെ ആഖാനാണേലും കൊടുക്കണം, ഗേഹസി ആണേലും കൊടുക്കണം. പുതിയ നിയമത്തിൽ അനനിയാസും സഫീറയും കൊടുക്കണം. കർത്താവ് കരുണ കാണിച്ചു പത്രോസിനോട്. അത് കർത്താവിന്റെ കരുണ നിമിത്തമാണ്, കർത്താവിന്റെ ദയ നിമിത്തമാണ്. കർത്താവ് മനസ്സലിഞ്ഞതാണ്. അവന്റെ പുറകെ പോയി അവനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ ആക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മുടെ ചിന്തകൾ പോലും ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്നവനാണ്. അത് ഇന്നലകളിൽ മാത്രമല്ല, നാളത്തെ കാര്യവും അവൻ അറിയുന്നുണ്ട്. പത്രോസിനോട് പറയുന്നുണ്ട്, നീ എങ്ങനെയാ മരിക്കാൻ പോകുന്നത്? നിനക്ക് ഇഷ്ടമല്ലാത്ത വിധത്തിൽ ഒരുത്തൻ നിന്റെ കൈയും പിടിച്ചോണ്ട് പോകും. അപ്പോൾ നാളത്തേതും കർത്താവ് പറയും, ഇപ്പോഴത്തേതും പറയും. പത്രോസിനോട് പറഞ്ഞു, നീ ഇരുന്നേറ്റ് പ്രാർത്ഥിച്ചല്ല, നീ പരീക്ഷയിൽ വീഴുമെന്ന്. അവൻ പരീക്ഷയിൽ വീണു. അവൻ ആ വാളെടുത്ത് വെട്ടി. അത് കഴിഞ്ഞിട്ട് തള്ളിപ്പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയി. അവൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഒരുപാട് വീണു, പരീക്ഷയിൽ വീണു. അപ്പോൾ നാളത്തേത് കർത്താവിന് അറിയാം നമ്മൾ എന്തോ ചെയ്യുമെന്ന്. യൂദയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞു, എന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരുത്തൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. നാളത്തേതും കർത്താവിനറിയാം, ഇപ്പോൾ നടക്കുന്നതും കർത്താവിനറിയാം, ഇന്നലെ ചെയ്തതും കർത്താവിനറിയാം. കർത്താവ് ഇന്നലകളെ നന്നായിട്ടറിയാം, മറന്നൊന്നും പോകാറില്ല. ഇന്നലകളിൽ ചെയ്തതിനാ ദാവീദിനെ ക്വസ്റ്റ്യൻ ചെയ്തത്. അല്ല, മിടുക്കനായി ഇരിക്കുമ്പോഴാണ് നാഥാനെ അയക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഇന്നലകളെ കർത്താവിനറിയാം, ഇന്ന് നാം എന്തോ ചെയ്യുന്നു എന്ന് കർത്താവിനറിയാം, നാളെ നാം എന്തു ചെയ്യാൻ പോകുന്നു എന്നും കർത്താവിനറിയാം. അതുകൊണ്ട് ഒരേ കാര്യം മനസ്സിലാക്കുക, നാം കണക്ക് കൊടുക്കണം.
അത് ഗൗരവമുള്ള കാര്യമാണ്. ദൈവം കാര്യങ്ങളെ ഇന്ന് നിനക്ക് കൃപ തരുന്നത്, 2ാം ചാൻസ് തരുന്നത്, 3ാം ചാൻസ് തരുന്നത്, 4ാം ചാൻസ് തരുന്നത് പുത്രൻ മുഖാന്തരമാണ്. പുത്രൻ പിതാവിനോട് പറയാണ് 1 വർഷം കൂടെ കൊടുക്കാമെന്ന്. 1 വർഷം മാത്രം കൊടുക്കുകയല്ല, വെള്ളം കൊടുക്കുന്നുണ്ട്, വളം കൊടുക്കുന്നുണ്ട്, കളയ്ക്കുന്നുണ്ട്, എല്ലാം സമൃദ്ധിയായി തരുന്നുണ്ട്. സമൃദ്ധിയായി തരുന്ന ഉടനെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മുടെ ഗുണം കൊണ്ടല്ല. നമ്മൾ പ്രസംഗിക്കുമല്ലോ, അയ്യോ ഞാനും എൻ്റെ അപ്പനും പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം എനിക്കെല്ലാം തന്നെന്ന്. അല്ല, നീ ഫലം കൊടുക്കാൻ കരുണ തോന്നി നിന്നെ കളച്ച് വെള്ളമൊഴിച്ച് വളമൊഴിക്കുവാൻ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത മധ്യസ്ഥൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ്. അതാണ് കൃപ, അതാണ് ദയ, അതാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ അപ്പൻ ബൈബിൾ എടുത്തത് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ബൈബിൾ എടുത്തവരുടെ ഒരുപാട് മക്കൾ പട്ടിണി കിടക്കുന്നവരോട് കർത്താവ് കണക്ക് പറയണം. അയ്യോ, ഭക്തന്മാരുടെ മക്കൾ കഷ്ടപ്പെടുന്നതിന് ദൈവം ഉത്തരവാദിയാണ്. അവനവൻ ചെയ്യുന്നതിന് അവനവന് ഗുണം കിട്ടും. അല്ലാതെ എന്റെ ഗുണം എന്റെ കുഞ്ഞുങ്ങൾക്ക് വരുന്നത് ഞാൻ അവരെ പഠിപ്പിച്ച് വഴി കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ അവരുടെ പ്രവൃത്തിക്ക് ഞാനും ഉത്തരവാദിയല്ല, എന്റെ പ്രവൃത്തിക്ക് അവരും ഉത്തരവാദിയല്ല. അതൊക്കെ എവിടുന്ന് കിട്ടിയതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് എവിടുന്ന് കിട്ടിയതാണെന്ന് ഞാൻ പറയാം. കവനന്റ് തിയോളജി എന്ന് പറഞ്ഞൊരു തിയോളജി ഉണ്ട്. എന്റെ അപ്പൻ ചെയ്തതിന്റെ ഫലം മക്കൾ അനുഭവിക്കും, 4000 തലമുറ വരെ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ അവരെടുത്തിട്ട്, അതുകൊണ്ടാണ് ആ മക്കൾക്ക് വേണ്ടി അവര് മാമോദിസ മുക്കാൻ പോകുമ്പോൾ ഗോഡ് ഫാദർ നിൽക്കുന്നത്. എന്താ ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നത് എന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം വരും. അതിനെ നമ്മൾ തള്ളി ഇതിനെ നമ്മൾ ഏറ്റെടുക്കും. നമുക്ക് ഇഷ്ടമുള്ളത് നാം ഏറ്റെടുക്കും, അവർക്ക് ഇഷ്ടമുള്ളത് അവരെ ഏറ്റെടുക്കും. പക്ഷേ ദൈവവചനം ആണ് നമ്മുടെ അടിസ്ഥാനം. അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മുടെ ദൈവം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, നിലവുകൾ അറിയുന്നു, ഹൃദയം അറിയുന്നു. അവൻ ഹൃദയം നോക്കുന്നു, മോട്ടീവ് നോക്കുന്നു, ഹൃദയ വിചാരങ്ങൾ നോക്കുന്നു, വികാരങ്ങൾ നോക്കുന്നു. അവന്റെ മുൻപിൽ കണക്ക് കൊടുക്കാൻ നേരത്തെ ഒരു സൂത്രവും നടക്കത്തില്ല. കാരണം ന്യായവും നീതിയായി ന്യായം വിധിക്കുന്നവൻ. അവൻ അബദ്ധം പറ്റി പറഞ്ഞു പിടിപ്പിക്കുകയില്ല. അവനെ കബളിപ്പിക്കാൻ പലരും വന്ന് നോക്കി. കരം കൊടുക്കുന്നത് നല്ലതാണോ? പുനരുദ്ധാനത്തെ കുറിച്ച് ചോദിച്ചു. 100 ചോദ്യം യേശുവിനെ കൊടുക്കാൻ ചോദിച്ചു. ഒരിക്കലും അവൻ കുടുങ്ങിയതായി എങ്ങും പറഞ്ഞിട്ടില്ല. കാരണം അവൻ മനുഷ്യനായിരുന്നപ്പോൾ പോലും വളരെ ഗൗരവത്തോടാണ് കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്തത്. ഇന്ന് പോൽക്കാലം നമ്മുടെ ദൈവം ആരാണ്? അവൻ കണക്ക് ചോദിക്കും. നമുക്ക് എന്തിനെല്ലാം കണക്ക് കൊടുക്കണമെന്ന് അടുത്ത ആഴ്ച ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, നാം ഇത് ഗൗരവമായി എടുക്കണം. നമ്മുടെ ദൈവം അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. ആ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയൂടെയാണ്. ആ ദൈവം സ്നേഹവാനാണ്. ആ ദൈവം വീണ്ടും ചാൻസ് തരുന്നവനാണ്. ഇന്ന് പകൽക്കാലം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന അടിവരയിടെ നമുക്ക് ഉള്ളത്, നമ്മുടെ കഴിവുകളെ സകലജനും കണക്ക് ബോധിക്കേണ്ടി വരും. അത് വരുന്ന ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ചിന്തിക്കുക. ഒന്നും നിസ്സാരമായി തള്ളാത്ത ഒരു ദൈവം, സകലം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു കർത്താവ്, വാക്കുമാറാത്തവൻ, പോഷ്കു പറയാത്തവൻ, മുഖം നോക്കാത്തവൻ. അനനിയാസും സഫീറയും അവരുടെ പകുതി കൊടുത്തിട്ടും അവർക്ക് ഈ ഗതികേട് വന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച്. നാം മനുഷ്യരോട് കാണിക്കുന്നത് അവരോടല്ല. മനുഷ്യരെ ഒരു കള്ളം പറയുന്നത് അവരോടല്ല. മനുഷ്യരെ പറ്റിക്കുന്നത് അവരോടല്ല. അവരോട് ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞ് ദൈവത്തോട് ചെയ്തത് കൊണ്ടാണ് ശിക്ഷ ലഭിച്ചത്. അല്ലാതെ പത്രോസിനോട് ചെയ്തതിനാണെങ്കിൽ പത്രോസിനെ തടവിലാക്കിയ ഹെരോദാവിന് കർത്താവ് ശിക്ഷയൊന്നും അന്നേരം കൊടുത്തില്ല. അപ്പോൾ ദൈവത്തോട് ചെയ്യുന്ന ദൈവ പൈതലിന്റെ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രിയ കർത്താവേ, അങ്ങയുടെ ഓമനപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്കൊത്തവണ്ണം ഞങ്ങളോട് നീ ചോദിക്കുന്നില്ല. നീ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഇന്നലകളിലും ഇന്നുള്ളതും നാളെയുള്ളതും നീ വഹിച്ചുകൊണ്ടതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നു. ഞങ്ങളോട് ക്ഷമിക്കുമാറാകണം. ഞങ്ങൾക്ക് ഈ ബോധ്യം തരണം. കണക്ക് ബോധിക്കേണ്ടവരാണ്, ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോട് ഞങ്ങളുടെ കാര്യങ്ങളെ വീക്ഷിക്കുവാൻ ഞങ്ങൾ ദേഷ്യം വരുന്നത് പറയും. ഞങ്ങൾ പലതും ചിന്തിക്കും, ഞങ്ങൾ പലതും ചെയ്യും. ഞങ്ങളുടെ മെന്റാലിറ്റി അഹങ്കാരം നിറഞ്ഞതാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഒരു ശ്വാസമാണെന്ന് മനസ്സിലാക്കി, ഉറച്ചു നിന്നാൽ പോലും ഒരു ശ്വാസമാണെന്ന് കണക്കാക്കി, പുല്ലിനു പോലെ കർത്താവെ ഞങ്ങൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നവരാണെന്ന് ഗ്രഹിച്ച് ഞങ്ങളെ താഴ്ചെന്ന് കർത്താവെ, അടിയനെ കേട്ടാൽ നിന്റെ മക്കൾ ആരാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഒരാരായിരുന്നാലും കണക്ക് കൊടുക്കണം എന്നുള്ള വലിയൊരു ബോധ്യം കൊടുക്കണമേ. ഇത് ഞങ്ങൾ പ്രസംഗിക്കും പഠിപ്പിക്കുമെങ്കിലും അത് ഞങ്ങളുടെ ഉള്ളിൽ വളരെ ആഴ്ത്തിപ്പതിക്കുവാൻ കൃപ നൽകണമേ. നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കൈകൾ ബലപ്പെട്ടിരിക്കുവാൻ, കാലുകൾ ഉറച്ചു നിൽക്കുവാൻ, നാക്കുകൾ വരണ്ടു പോകാതിരിപ്പാൻ, ലജ്ജിച്ചു പോകാതിരിപ്പാൻ, ഞങ്ങൾ നല്ലവനും വിശ്വസ്തനും എന്നുള്ള വാക്ക് കേൾക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ട ദൈവവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം തരണമേ. ഞങ്ങളെപ്പോഴും ഭയത്തോടും ഭക്തിയോടും ദൈവത്തിൽ കർത്താവിന്റെ വരവിനോട് അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന, കണക്ക് കൊടുക്കുന്ന ബോധ്യത്തോട് ജീവിപ്പാൻ കൃപ തന്നാട്ട്. അതിനെ കേൾക്കുന്ന മാതാപിതാക്കളെയൊക്കെ അനുഗ്രഹിക്കണമേ. അവരുടെ ശരീരത്തിനും ആത്മാവിനും ബലം കൽപ്പിക്കണമേ. അവരുടെ പരാജയങ്ങളെ കണ്ടിട്ട് ദൈവസന്നിധാനത്തിൽ ശിഷ്ടമുള്ള ദിവസങ്ങളിൽ കൃത്യമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവേ, വേദനയിലും ഭാരത്തിലും വിഷമത്തിലും ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം കൊടുക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം തന്നാലും ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവജനമേ, നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് കണക്ക് കൃത്യം നോക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് ജീവിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലൊന്ന് ആഴ്ത്തിപ്പതിപ്പിക്കട്ടെ. ന്യായാസനത്തിന് മുൻപാകെ കണക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വായ അടഞ്ഞു പോകാതിരിപ്പാൻ, ലജ്ജിച്ചു പോകാതിരിപ്പാൻ, കാല് കൈയും ബലപ്പെട്ട് നേരെ നിൽക്കുവാൻ. ദൈവത്തിന്റെ സഭയിൽ പാപികൾ നേരെ നിൽക്കുകയില്ല, വിശുദ്ധന്മാർ നേരെ നിൽക്കുവാൻ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രാർത്ഥനയ്ക്കായി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ പറയാം. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ല എങ്കിൽ വേറെ ഞാൻ എൻ്റെ കുടുംബത്തെയും കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരർത്ഥവുമില്ല. എൻ്റെ പരാജയം കണ്ടിട്ട് കർത്താവേ ഞാൻ അവിടെ കറക്ഷൻ ചെയ്യുമെന്ന് പറയുന്നതാണ് ജീവിതത്തിലെ വ്യത്യാസം. നമ്മളെല്ലാവരും പറയോ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സമർപ്പിക്കുക. എന്തോ സമർപ്പിക്കുന്നു? ഒന്നും സമർപ്പിക്കുന്നില്ല. അത് സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷം 12 ആയില്ലേ? എന്താ മാറ്റം ഉണ്ടായി? ഒരു മാറ്റം ഉണ്ടായില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.